ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു ഐറ്റമാണ് ഈ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ളതാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അത്ര ലെങ്ത്തുള്ള വീഡിയോ ഒന്നുമല്ല, ആകെ ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ തികച്ചില്ല വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻ്റാക്കി എഴുതുകയും വേണം. അതുപോലെ ഉപകാരപ്പെട്ട വീഡിയോ ആയിട്ട് തോന്നുക വെച്ചാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കാനും മറക്കരുത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 5 ഉരുളക്കിഴങ്ങും പിന്നെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ. ഞാൻ ഉണ്ടാക്കുമ്പോൾ സാധാരണ ഒരു സവാള ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി നല്ല പോലെ അത് കട്ട് ചെയ്തെടുത്തു. ഉരുളക്കിഴങ്ങൊക്കെ വളരെ കുഞ്ഞാക്കിയിട്ടാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് വേഗം വെന്ത് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. സവാളയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും പിന്നെ കറിവേപ്പിലയാണ് നമുക്ക് ആകെ ആവശ്യമുള്ളത്. പച്ചമുളകൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പച്ചമുളക് അങ്ങനെ ഇടാറില്ല. ഇനിയിപ്പോൾ ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായി വന്നപ്പോൾ നമ്മൾ സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചിട്ട് നമുക്ക് ഉപ്പേരി കാച്ചാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അങ്ങനെ ചെയ്യണില്ല, എനിക്ക് അതിനോട് അത്രയ്ക്ക് ഇഷ്ടമില്ല എന്നല്ല, എനിക്കൊരു രുചി വ്യത്യാസം തോന്നും. എനിക്കിങ്ങനെ ചെയ്യണതാണ് ഇഷ്ടം. ഇനിയിപ്പോൾ നമ്മളതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളിയും സവാളയും കൂടിയിട്ട് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. ഞാനിവിടെ 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ ഒന്നൊരു പച്ചമണം മാറി വരുന്ന സമയം കണ്ടിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന കാണുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ, അതായത് നല്ലൊരു സ്മെല്ല് വരും ആ സമയത്ത്. അത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പം ഇപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ ആദ്യം ഇതൊന്ന് നല്ല പോലെ സെറ്റായി, ആ മസാല ഉരുളക്കിഴങ്ങിലും എല്ലാത്തിലും സെറ്റായി വരണം. അതുകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഒരു 1.5 ഗ്ലാസ് വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയിട്ടോ. അപ്പോൾ ആ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെച്ചതിന് ശേഷം ഉരുളക്കിഴങ്ങ് വെന്ത് വരണ വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിൽ നിന്നുള്ള എരിവും ഉപ്പും ഒക്കെ ഉരുളക്കിഴങ്ങിൽ നല്ല പോലെ പിടിക്കും. എനിക്ക് വേവിച്ച് കുക്ക് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കുക്ക് ചെയ്യുന്നത്. എനിക്കപ്പോൾ അതിന് എന്താ പറയുക, എരിവ് പിടിക്കാത്ത പോലെ തോന്നും കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടാക്കണത് അതുകൊണ്ട് ഇഷ്ടമല്ല. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് ഉടഞ്ഞു പോവേ പൊട്ടിപ്പോവേ ഒന്നും ഉണ്ടായിട്ടില്ല. അത്യാവശ്യം നല്ല ഗ്രേവിയോട് കൂടിയിട്ട് തന്നെയാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ദോശ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.